Hi friends, welcome to everyone. ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് how to make a website in 10 minutes using WordPress. ഇപ്പോൾ നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഒത്തിരി വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആയിക്കോട്ടെ, ഇ-കോമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് വെബ്സൈറ്റ് ആയിക്കോട്ടെ. ഇതുപോലുള്ള വെബ്സൈറ്റ്സ് നമുക്ക് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേർഡ്പ്രസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ഡെവലപ്പർ മുതൽ സാധാരണ നോർമൽ ബേസിക് കമ്പ്യൂട്ടർ നോളജ് മാത്രമുള്ള ഒരാൾക്കും കൂടി ഒരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് കോഡിങ്ങിൻ്റെ നോളജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് നോളജോ ഒന്നും ആവശ്യമില്ല. വേർഡ്പ്രസ്സിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ളി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിന് ഡൗൺലോഡ് ചെയ്യുന്നയാലും ഇൻസ്റ്റാൾ ചെയ്യുന്നയാലും അല്ലെങ്കിൽ വേർഡ്പ്രസ് വെച്ച് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് മാനേജ് ചെയ്യുന്നയാലും എല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. കൂടാതെ ഈ വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ PHP എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS ആണ്. വേൾഡിൽ തന്നെ ഇന്ന് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് വേർഡ്പ്രസ്. വേർഡ്പ്രസ് യൂസ് ചെയ്തിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അഡ്മിൻ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ബാക്കെൻഡും കൂടി അതിൻ്റെ കൂടെ ലഭിക്കും. ഈ ബാക്കെൻഡ് വെച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് പ്രോഗ്രാമിംഗ് നോളജൊന്നും ഇല്ലാത്ത ഒരു സാധാ ബേസിക് കമ്പ്യൂട്ടർ നോളജ് മാത്രമുള്ള ഒരാൾക്കും കൂടി ഈ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും അതിൻ്റെ കസ്റ്റമൈസേഷനും ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. വേർഡ്പ്രസ് ഞാൻ പറഞ്ഞ ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് അല്ലെങ്കിൽ CMS ആണ്. കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ വെബ്സൈറ്റ്സിലുള്ള കണ്ടൻസൊക്കെ മീൻസ് ടെക്സ്റ്റ് ആയാലും ഇമേജസ് ആയാലും ഓഡിയോസ് ആയാലും വീഡിയോസ് ആയാലും എല്ലാം നമുക്ക് ഒരു ബാക്കെൻഡ് അല്ലെങ്കിൽ അഡ്മിൻ പാനലിൻ്റെ ലോഗിൻ വെച്ചിട്ട് കംപ്ലീറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വേർഡ്പ്രസ്സിൻ്റെ വേറൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് വേർഡ്പ്രസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ അസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർഡ്പ്രസ്സിൻ്റെ അകത്ത് ഇല്ലാത്തതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗിൻസ് ഉണ്ട്. ഒത്തിരി പ്ലഗിൻസ് അവൈലബിൾ ഉണ്ട്. ആയിരക്കണക്കിന് പ്ലഗിൻസ് വേർഡ്പ്രസ്സിനെ അസിസ്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നെറ്റിൽ അവൈലബിൾ ആണ്. ഈ പ്ലഗിൻസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റിൻ്റെ അതേപോലെ ഡിസൈൻസ് അല്ലെങ്കിൽ തീംസ് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. പതിനായിരക്കണക്കിന് തീംസ് നെറ്റിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് തന്നെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു സൈറ്റ് കസ്റ്റമൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഡിസൈൻ വെച്ചിട്ടും നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വേർഡ്പ്രസ് വെച്ചിട്ട് എങ്ങനെയാണ് തീംസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. അപ്പം നമുക്കിനി എങ്ങനെയാണ് വേർഡ്പ്രസ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ വേർഡ്പ്രസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് wordpress.org എന്ന് പറയുന്ന സൈറ്റിൽ ഡൗൺലോഡ് വേർഡ്പ്രസ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വേർഡ്പ്രസ്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ തന്നെ സിമ്പിളായിട്ട് ഡൗൺലോഡ് വേർഡ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്താൽ വേർഡ്പ്രസ് ഡൗൺലോഡ് ആയിട്ട് വരും. സിപ്പ് ഫോർമാറ്റിലായിരിക്കും ഡൗൺലോഡ് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ വേർഡ്പ്രസ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോൾഡറിൽ ഞാനിപ്പോൾ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഡൗൺലോഡ് ആയിട്ടുള്ളത്. ഞാൻ ഈ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് cPanel യൂസ് ചെയ്തിട്ടാണ് വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നത്. cPanel നമ്മുടെ വെബ് ഹോസ്റ്റിങ്ങിന് നമ്മുടെ സെർവറിൽ നമ്മളെ ഫയൽസും അതുപോലെ ഡാറ്റാബേസും ഒക്കെ മാനേജ് ചെയ്യാനുള്ളൊരു സ്പേസാണ് cPanel. ഈ cPanel ഫയൽ മാനേജർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫയൽ മാനേജറിൽ പബ്ലിക് HTML എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഈ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത വേർഡ്പ്രസ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പബ്ലിക് HTML തന്നെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽസ് ഏത് ഫോൾഡറിലാണെന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ്സിലാണുള്ളത്. ഡൗൺലോഡ്സിൽ വേർഡ്പ്രസ് ചൂസ് ചെയ്തു. ഓക്കെ, ഫയൽ ഇപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ട്. ഫയൽ അപ്ലോഡ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഫോൾഡറിലേക്ക് തന്നെ ഗോ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ HTML എന്ന് പറഞ്ഞ പബ്ലിക് HTML എന്ന് പറഞ്ഞ ഫോൾഡറിൽ ആ ഒരു സിപ്പ് ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ദെൻ ആ സിപ്പ് ഫയൽ ഇനി ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഓപ്ഷൻ ഉണ്ടാവും. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക. ഓക്കെ, എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ ഫോൾഡറുടെ എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്.
നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വേർഡ് പ്രസ്സിൻ്റെ ഫോൾഡർ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തിട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരാക്കിയിട്ട് റീനെയിം ചെയ്യാം. ഇല്ലെങ്കിൽ ആ ഒരു പേര് തന്നെ നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ വേർഡ് പ്രസ് ബാക്ക് എൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS ആണ്. അപ്പോൾ നമുക്ക് കണ്ടൻസ് ഒക്കെ മാനേജ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ വേർഡ് പ്രസ്സിന് ഒരു ഡാറ്റാബേസ് അത്യാവശ്യമാണ്. ഡാറ്റാബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഡാറ്റാബേസിനെ കുറിച്ചുള്ള അധികം നോളജൊന്നും ഈ വേർഡ് പ്രസ് യൂസ് ചെയ്യുന്നതിന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ആ ഡാറ്റാബേസ് വേർഡ് പ്രസ്സായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ അറിയണ്ടൂ. അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ ക്വറീസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഇനി ഡാറ്റാബേസ് എങ്ങനെയാണ് cPanel യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ cPanelൻ്റെ മെയിൻ വിൻഡോയിൽ ഇവിടെ ഒരു PHP MyAdmin എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റാബേസിൻ്റെ PHP MyAdmin പേജിലേക്ക് പോകും. ഇത് കൂടാണ്ട് ഇവിടെ MySQL ആൻഡ് ഡാറ്റാബേസസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ആ ടാബ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റ് ന്യൂ ഡാറ്റാബേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ ഡാറ്റാബേസിൻ്റെ നെയിം ജസ്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു DB വേർഡ് പ്രസ് എന്ന് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രൊജക്റ്റിൻ്റെ പേരിലോ ഏത് നെയിം വേണ്ടിക്കും ഡാറ്റാബേസിൻ്റെ നെയിം കൊടുക്കാം. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ഗോ ബാക്ക് കൊടുക്കുക. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിന് ഒരു യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഡാറ്റാബേസിൻ്റെ യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂസർ ആഡ് ചെയ്യുന്നു. അതിനിവിടെ ആഡ് ന്യൂ യൂസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്യുമ്പോൾ സെക്യൂർ ആയിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്യണം. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡും ക്ലിക്ക് കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂസർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു യൂസർ ക്രിയേറ്റ് ആയിട്ട് വരും. ദെൻ ഗോ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിന് ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത യൂസറെ ഡാറ്റാബേസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആഡ് യൂസർ ടു ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസറെ ചൂസ് ചെയ്യുക. പിന്നെ നമ്മളെടുക്കുക ഓൾറെഡി ഉള്ള ഡാറ്റാബേസ്, ഏത് ഡാറ്റാബേസിലേക്കാണോ നമുക്ക് ആ യൂസറെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഡാറ്റാബേസും ചൂസ് ചെയ്യുക. ദെൻ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസിന് പ്രിവിലേജസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾ പ്രിവിലേജസ് കൊടുക്കുക. ദെൻ മേക്ക് ചേഞ്ചസ്. ഓക്കെ, സക്സസ് ആയി കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഇവിടെ ഉണ്ടാവും. ആ ഡാറ്റാബേസിൽ ടേബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടേബിൾസിനെ കുറിച്ചൊന്നും ബോധേഡാവേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വേർഡ് പ്രസ്സിൽ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ളൂ. ഇനി നമ്മൾ വേർഡ് പ്രസ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡൊമൈൻ്റെ കൂടെ / നമ്മുടെ ഈ വേർഡ് പ്രസ് ഏത് പേരിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ആ പേരും കൂടി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. വേർഡ് പ്രസ്സിൽ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്. മലയാളം അടക്കമുള്ള ലാംഗ്വേജസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഡാറ്റാബേസിൻ്റെ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൻ്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ ഡാറ്റാബേസ് ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് തന്നെയാണ്. ടേബിൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അവിടെ ഓൾറെഡി WP_ ഉണ്ട്. ടേബിൾ പ്രിഫിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാബേസിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി കുറേ ടേബിൾസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ടേബിളിൻ്റെ നെയിമിൻ്റെ മുന്നിൽ പ്രിഫിക്സ് ആയിട്ട് എന്താണ് വരേണ്ടതെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് TBL കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സബ്മിറ്റ്.
ഇത്രയും കാര്യങ്ങളായാൽ ഇൻസ്റ്റാളേഷൻ റൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമ്മളെ സൈറ്റിൻ്റെ നെയിം, നമ്മൾ ഏത് സൈറ്റാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സൈറ്റിന് ഒരു നെയിം കൊടുത്തിട്ടുണ്ടാവും. ആ നെയിം അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റാബേസ് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു ബാക്ക്-എൻഡ് ഉണ്ട്. ഈ ബാക്ക്-എൻഡ് അല്ലെങ്കിൽ അഡ്മിൻ പാനൽ ഉണ്ട്. അഡ്മിൻ പാനലിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ യൂസർ നെയിം നമ്മളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന പാസ്വേഡ് വീക്ക് ആണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു കൺഫർമേഷൻ ബോക്സ് വരും. വീക്ക് പാസ്വേഡാണെന്നും ഈ വീക്ക് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യേണ്ടതുള്ള ഒരു കൺഫർമേഷൻ ബോക്സ് വരും. വീക്കാണ് യൂസ് ചെയ്യുന്നത് കൺഫർമേഷൻ ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ഇത്ര ആയിക്കഴിഞ്ഞാൽ ദെൻ ഇൻസ്റ്റാൾ WordPress. WordPress സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലോഗിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വേർഡ്പ്രസ്സിൻ്റെ ബാക്ക്-എൻഡായ അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. വേർഡ്പ്രസ് ലോഗിൻ ആയിക്കഴിഞ്ഞു. ലോഗിൻ ചെയ്ത ടൈമിൽ നമുക്ക് അഡ്മിൻ ഡാഷ്ബോർഡിലേക്കാണ് പോവുക. അവിടെ നിന്ന് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീംസ് ഉണ്ടാവും. ഒരുപാട് തീംസ് അവൈലബിൾ ആണ്. തീംസിൽ ഡീഫോൾട്ടായിട്ട് 3 തീംസാണ് ഉണ്ടാവുക. 2019, 2017 ആൻഡ് 2016. ഇതിൻ്റെ അകത്ത് തീംസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആക്റ്റീവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തീം ചേഞ്ച് ആയിട്ടുണ്ടാവും. സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തീം അവിടെ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ സൈറ്റിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ എന്താണ് കൊടുത്തത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡീഫോൾട്ടായിട്ടുള്ള തീം യൂസ് ചെയ്യാതെ നമ്മുടെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള തീംസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ അപ്പിയറൻസിൽ തീംസ് എന്ന് പറയുന്ന സെലക്ഷനിൽ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റ് ഏത് വെബ്സൈറ്റാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റ് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. സപ്പോസ് ഞാനിപ്പോൾ ഒരു പോർട്ട്ഫോളിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പോർട്ട്ഫോളിയോ എന്ന് ടൈപ്പ് ചെയ്താൽ പോർട്ട്ഫോളിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തീംസ് അവിടെ വരും സെർച്ച്. നെറ്റിൽ ആയിരക്കണക്കിന് തീംസ് അവൈലബിൾ ആണ്. പോർട്ട്ഫോളിയോയിൽ ഏതെങ്കിലും ഒരു തീംസ് ഇവിടെ നിന്ന് തന്നെ പ്രീവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പ്രീവ്യൂ ചെയ്ത് ഇഷ്ടമുള്ള തീംസ് നമ്മുടെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള തീംസ് ചൂസ് ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തീം ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ വെബ്സൈറ്റിൽ ചേഞ്ചസ് വരും. അപ്പം ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ പുതിയൊരു തീം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റ് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ ആ തീമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ തീം ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഈ തീംസിലെ കണ്ടൻസൊക്കെ നമ്മുടെ കണ്ടൻസിന് ആവശ്യമായിട്ടുള്ള ഈ തീംസിലെ കണ്ടൻസൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ഈ തീംസ് പോയിട്ട് കസ്റ്റമൈസ് ചെയ്താൽ മതി. കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് ടെക്സ്റ്റ് ആയാലും ഇമേജസ് ആയാലും കസ്റ്റമൈസ് വഴി മാറ്റാവുന്നതാണ്. ഓക്കെ, മറ്റൊരു തീം നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ തീംസിൽ ആഡ് ന്യൂ കൊടുത്ത് സെർച്ച് ചെയ്യാം. ഈ ആഡ് ന്യൂ ഓപ്ഷനിൽ നമ്മൾ ഓൾറെഡി ഉള്ള തീംസുകളാണ്. നമ്മൾ ഏതെങ്കിലും പുതിയ തീംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ തീംസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ തീംസ് എവിടെയാണുള്ളത് അത് ചൂസ് ചെയ്യുക.
ദെൻ സെയിം പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, വേർഡ്പ്രസ് ഡെവലപ്മെൻറ്റ് റൺ ചെയ്യുക. വേർഡ്പ്രസ്സിൽ തീംസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്ലഗിൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേർഡ്പ്രസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ്പ്രസ്സിൽ ഓൾറെഡി ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലഗിൻസ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സ്മാർട്ട് ഫോൺസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഫോണിലില്ലാത്ത ഒരു ഫീച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വേർഡ്പ്രസ്സിൽ ഇല്ലാത്ത ഒരു ഫീച്ചർ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർഡ്പ്രസ്സിൻ്റെ ഫങ്ഷണാലിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് ഓൾറെഡി ഇവിടെ കാണിക്കും. പുതിയ പ്ലഗിൻ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്ലഗിൻസ് യൂസ് ചെയ്യുന്നത് ആ ഒരു പ്ലഗിൻ്റെ നെയിം, സപ്പോസ് ഞാനൊരു കോൺടാക്ട് ഫോം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് ഫോം എന്ന് ടൈപ്പ് ചെയ്താൽ അവിടെ കോൺടാക്ട് ഫോമുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്ലഗിൻസും ലിസ്റ്റ് ചെയ്ത് വരും. ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്ലഗിൻ ഏതാണെന്ന് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കോൺടാക്ട് ഫോമുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്ലഗിനാണ് വേണമെങ്കിൽ ഏത് പ്ലഗിനാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെർച്ച് ചെയ്യുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ വരും. ദെൻ ആ പ്ലഗിൻ ജസ്റ്റ് സിമ്പിൾ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ക്ലിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ദെൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലഗിൻ ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്ലഗിൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണും. നമുക്ക് ഏതെങ്കിലും ഒരു പ്ലഗിൻ ആവശ്യമില്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുക. ദെൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലഗിൻ അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ G-TEC കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.